ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ദേഷ്യത്തോടെ ഗാർഡനിൽ വന്ന് നിൽക്കുന്ന അർച്ചനയെ സമാധാനപ്പെടുത്തി റൂമിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് സച്ചി. എന്നാലും സച്ചിയേട്ടൻ അങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ മനഃപൂർവ്വം ആതിരയെ കൊണ്ട് നാടകം കളിപ്പിച്ചതാണെന്ന്. എടോ, അത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എനിക്ക് തന്നെയും ഇവിടെയുള്ളവരെയും എല്ലാവരെയും വിശ്വാസം തന്നെയാ. തന്നെ പോലെ തന്നെയാ അവന്തികേട്ടത്തിയും എനിക്ക് വിശ്വാസം തന്നെയാ. അവന്തികേട്ടത്തി ഒരിക്കലും താൻ പറഞ്ഞതുപോലെ ഒരു പ്രവൃത്തി ചെയ്യില്ല. പിന്നെ നാളെ നമ്മൾ കാര്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്നു പറയുന്നതോടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. പക്ഷേ അനഘ എങ്ങനെ പ്രതികരിക്കുമെന്നോർത്താ എനിക്ക് ഭയമെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ്, താൻ അതൊന്നും ഓർത്ത് ടെൻഷനാകേണ്ട ഒരു കാര്യവുമില്ല. എല്ലാം പറയുമ്പോൾ അവൾക്ക് മനസ്സിലായിക്കോളും. അതേസമയം അങ്ങോട്ടേക്ക് സന്ദീപ് വരികയാണ്. സച്ചേട്ട ആകെ പ്രശ്നമായിരിക്കുകയാ. അച്ഛൻ അവന്തികേട്ടത്തിക്കും അനഘയ്ക്കും ഇപ്പോൾ വാക്ക് കൊടുത്തിരിക്കുകയാ, എന്നെക്കൊണ്ട് തൊട്ടടുത്ത മുഹൂർത്തത്തിൽ തന്നെ താലി കെട്ടിക്കാമെന്ന്. അതിൻ്റെ കൂടെ ആതിരയുടെയും കൂടി പ്രശ്നം. ആതിര വിളിച്ചപ്പോൾ ഞാൻ അനഘയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന സച്ചിയും അർച്ചനയും ഒരു ഞെട്ടലോടെ സന്ദീപിനെ നോക്കുകയാണ്. എന്നിട്ട് ആതിര എന്തു പറഞ്ഞു? അവൾ പറഞ്ഞത് എത്രയും പെട്ടെന്ന് അച്ഛനോട് ഞങ്ങളുടെ കാര്യം സംസാരിക്കാനാണ്. അങ്ങനെ സംസാരിച്ച് ഒരു തീരുമാനമാക്കിയതിന് ശേഷം വിളിച്ചാൽ മതി എന്നാ പറഞ്ഞത്. എങ്ങാനും ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യുമെന്നും എന്നോട് പറഞ്ഞു. ഇത് കേൾക്കുന്ന സച്ചിയും അർച്ചനയും ഞെട്ടലോടെ സന്ദീപിനെ നോക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്ന് സന്ദീപ് പറയുമ്പോൾ നാളത്തോടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമുണ്ടാകുമെന്നും നീ അതുകൊണ്ട് നാളെ തന്നെ അച്ഛനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയണമെന്നും അർച്ചനയും സച്ചിയും പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സന്ദീപ് സേതുമാധവനോട് ആതിരയുടെയും തൻ്റെയും കാര്യം തുറന്നു പറയാനായി ചെന്നിരിക്കുകയാണ്. എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ കാര്യമെന്ന് വെച്ചാൽ പറയാൻ സേതുമാധവൻ പറയുന്നു. അതേസമയം സന്ദീപിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. തുടർന്ന് സന്ദീപ് കോള് കട്ട് ചെയ്തിട്ട് സേതുമാധവനോട് പറയുകയാണ്, ഞാനിത് അച്ഛനോട് നേരത്തെ പറയേണ്ടിയിരുന്ന കാര്യമാണ്, പക്ഷേ ഇതല്പം വൈകിപ്പോയി. അതേസമയം സന്ദീപിന്റെ ഫോണിലേക്ക് വീണ്ടും കോള് വരുന്നു. സന്ദീപേ, നീ ആദ്യം കോൾ എടുക്ക്, ചിലപ്പോ ഏതെങ്കിലും അത്യാവശ്യക്കാരാണെങ്കിലോ. സന്ദീപല്ലേ, എനിക്ക് സന്ദീപിനോട് അല്പം സംസാരിക്കണമായിരുന്നെന്ന് ഒരാൾ പറയുമ്പോൾ സന്ദീപ് പറയുകയാണ്, ഞാനിപ്പോൾ അല്പം ബിസിയാ, കുറച്ച് കഴിഞ്ഞ് വിളിക്ക്. അതിനെനിക്ക് സൗകര്യമില്ലെങ്കിലോ. ഇപ്പോൾ തന്നെ നീ എന്നോട് സംസാരിക്കണം. ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് നീ കോള് കട്ട് ചെയ്താൽ മതി. ഇത് കേൾക്കുന്ന സന്ദീപ് ദേഷ്യത്തോടെ കോള് കട്ട് ചെയ്യുമ്പോൾ വീണ്ടും അയാളെ വിളിക്കുകയാണ്. നിങ്ങൾ ആരാണെന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ നിന്റെ അച്ഛൻ നെല്ലിശ്ശേരിയിലെ സേതുമാധവന് എന്നെ നന്നായിട്ട് അറിയാമെന്നും നീയും വൃന്ദാവനത്തിലെ ആതിരയുമായിട്ടുള്ള പ്രേമത്തെക്കുറിച്ച് എനിക്കറിയാമെന്നും എന്താണെങ്കിലും അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നും അയാൾ പറയുന്നു. ഇത് കേൾക്കുന്ന സന്ദീപ് ദേഷ്യത്തോടെ ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. താനെന്താ ഭീഷണിപ്പെടുത്താൻ വിളിച്ചതാണോ? ആതിരെ സന്ദീപ് സ്നേഹിച്ചിട്ടുണ്ടെങ്കിലേ ആതിരെ തന്നെ സന്ദീപ് കെട്ടിയിരിക്കും. തനിക്ക് ചെയ്യാൻ പറ്റുന്നത് താൻ ചെയ്യാൻ സന്ദീപ് പറയുമ്പോൾ അയാൾ പറയുകയാണ്, അതെ, ഞാൻ ചെയ്യാൻ തുടങ്ങിയാൽ നിന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടാകില്ല. പിന്നെ നിനക്ക് തരുന്ന ആദ്യത്തെ ശിക്ഷയാണ് നീ ആനഘയെ കല്യാണം കഴിക്കുന്നത്. ആ വിവാഹം നടന്നില്ലെങ്കിലേ നിന്റെ ഏട്ടൻ സച്ചിദാനന്ദനെ ഞാൻ കൊന്നിരിക്കും. ഇത് കേൾക്കുന്ന സന്ദീപ് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അവന്റെ ഭാര്യ അർച്ചനയും. ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ, നിന്റെ കുടുംബം മുഴുവൻ അരച്ചു കലക്കി കുടിച്ചാ ഞാനിവിടെ നിൽക്കുന്നതെന്ന്. നിന്റെ സന്തോഷത്തിന് വേണ്ടി നീ ആതിരയുമൊത്തുള്ള ഒരു വിവാഹ സ്വപ്നം കണ്ട് നടന്നാലേ നിന്റെ കുടുംബത്തിൽ പിന്നെ വേറെ ആരും ഉണ്ടാകില്ല. എല്ലാത്തിനെയും ഞാൻ കൊന്നിരിക്കും. അത്രയും പറഞ്ഞ് അയാൾ കോള് കട്ട് ചെയ്യുമ്പോൾ സേതുമാധവൻ അങ്ങോട്ടേക്ക് വരികയാണ്. എന്താടാ, ആരാ വിളിച്ചത്? നിനക്കെന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് ഞാൻ പിന്നെ പറയാൻ വച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് തൻ്റെ മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അജയനെയാണ്. അജയൻ അവന്തികയെ വിളിച്ചിട്ട് താനിപ്പോഴും നന്ദനെ തേടി നടക്കുകയാണെന്നും അല്പം പണം വേണമെന്നും എത്രയും പെട്ടെന്ന് നന്ദനുമായിട്ട് തിരിച്ചു വരാമെന്നും പറയുന്നു. പൈസ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് അവന്തിക കോള് കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഓരോരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്ന സന്ദീപിനെയാണ്. അതേസമയം അയാൾ സന്ദീപിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയും ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിന്റെ തീരുമാനം എന്തായെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എനിക്കൊരു തീരുമാനമേ ഉള്ളൂ, ഞാൻ എന്താണെങ്കിലും ആതിരെ തന്നെ വിവാഹം കഴിക്കുമെന്ന് സന്ദീപ് പറയുമ്പോൾ എങ്കിലേ നിന്റെ ഏട്ടത്തിയുടെ കാര്യം നീ അങ്ങ് മറന്നേക്കാൻ അയാളും പറയുന്നു. എന്താണെങ്കിലും നിങ്ങൾ എൻ്റെ ഏട്ടനെയും ഏട്ടത്തെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് സന്ദീപ് കോൾ കട്ട് ചെയ്യുമ്പോൾ സന്ദീപിൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ വരികയാണ്. ആ വീഡിയോ കണ്ട് ഞെട്ടലോടെ നിൽക്കുന്ന സന്ദീപിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.